നമസ്കാരം സാർ. നമസ്തേ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യോഗയുടെ പ്രാമുഖ്യം എന്താണ്? പ്രാധാന്യം. യോഗയുടെ പ്രാധാന്യം വളരെ വലുതാണ്. യോഗയുടെ പ്രാധാന്യം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീരാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മളുടെ ഒരു സമഗ്രതയാണ് യോഗയിലൂടെ കാണുന്നത്. വളരെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഒരു വ്യക്തിയെ ബോധാതീതനാക്കാനുള്ള വളരെ എളുപ്പമുള്ള വഴികളിലൊന്നാണ് യോഗ എന്ന് വെച്ചാൽ ഓരോ ചലനത്തെക്കുറിച്ചും ബോധവാനാക്കുക. ബോധാതീതത്തിലേക്ക് നയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുറുക്ക് വഴിയാണ് യോഗ. പക്ഷേ ഇപ്പോൾ കാണുന്നത് മെയ്വഴക്കത്തിനും ശാരീരിക രോഗങ്ങളൊക്കെ ഇല്ലാതിരിക്കാനും ഒക്കെയുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ. എന്നാൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള സമ്പൂർണ്ണ മെച്ചപ്പെടുത്തലിലൂടെ ബോധാതീതത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഏക മാർഗം ഈ യോഗയാണ്. നമ്മൾ ഭക്തിയോഗത്തിലും കർമ്മയോഗത്തിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ 4 യോഗമാർഗങ്ങളിൽ ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, രാജയോഗം എന്നീ മാർഗങ്ങൾ നോക്കുമ്പോഴും അതിൻ്റെ ഇതര വശങ്ങൾ, ഇതര മാർഗങ്ങൾ, അതിൽ നിന്ന് ഉപവിഭാഗങ്ങളായി ജനിച്ചിരിക്കുന്നതും എല്ലാം നോക്കുമ്പോഴും യോഗയുടെ പ്രാധാന്യം വളരെ 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 വലുതാണ്. കാരണം ഭക്തിയോഗത്തിൽ തന്നെ ബോധാതീതത്തിലേക്കുള്ള വഴി തുറക്കുക എന്നുള്ളത് തന്നെ സാധാരണഗതിയിൽ അസാധ്യമായിട്ടുള്ളതാണ്. സാധ്യമാകുന്നതായിട്ട് കാണുന്നില്ല. ഒരു പരിധിവരെ ബോധത്തിൻ്റെ വികാസമൊക്കെ ഉണ്ടായി. പിന്നെ അവിടെ വെച്ച് ഭക്തിയോഗത്തിലൂടെ ഭഗവാനും ഭക്തനും ഏകമാണ് എന്നുള്ള ബോധത്തിലേക്ക് എത്തുകയും അനന്തബോധത്തിൻ്റെ ഭാഗമാണ് ഞാൻ പൂർണ്ണതാബോധമാണ് എനിക്ക് വേണ്ടുന്നതെന്നും അത് തന്നെയാണ് ഞാനെന്നും അങ്ങനെ സർവ്വത്തിലും ആ പൂർണ്ണതാബോധമുണ്ടെന്നും അഥവാ എന്താണോ ഉള്ളത് അത് തന്നെയാണ് സർവ്വത്തിലും ഉള്ളത് എന്നുമൊക്കെയുള്ള ബോധത്തിലേക്ക് ഭക്തിയോഗത്തിലൂടെ ഒരു ഭക്തയോഗി എത്തുന്നതായിട്ട് സാധാരണ കാണാറില്ല. അവർ ജപത്തിലേക്ക് തുടങ്ങി ഇഷ്ടദേവതയെ ഉപാസിച്ച് ആ ഇഷ്ടദേവതയിൽ തന്നെ ഒതുങ്ങി ജീവിതം തീർക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉപാധിക്ക് അതീതത്വത്തിലേക്ക് പോകാതെ കൊടുക്കുന്നതായിട്ടാണ് സാധാരണഗതിയിൽ കാണുന്നത്. പക്ഷെ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഗുണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര മോശമായിരിക്കുകയില്ല. ഭക്തിയോഗത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് നോക്കുമ്പോഴും സാധാരണ മനുഷ്യരുടെ ബോധതലത്തിൽ നിന്ന് ഒരുപാട് ഉയർന്നു പോകുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഒരു മിസ്റ്റിക് തലത്തിലേക്ക്, ഒരു ബോധാതീത തലത്തിലേക്ക് അവരെത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പലപ്പോഴും നമ്മൾ അങ്ങനെ കാണുന്നില്ല. അവർ ദേവതയിൽ അധിഷ്ഠിതമായി അവിടെ നിലകൊള്ളുകയാണ്. ദേവതാ ബോധം അല്ലെങ്കിൽ അവർ ദേവീദേവന്മാരെ ഉപാസിക്കുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അവരുടെ സബ് കോൺഷ്യസിനും ഉപബോധ മനസ്സിനും അബോധ മനസ്സിലും ഒക്കെ കിടക്കുന്നതായ കാര്യങ്ങളെയെല്ലാം ഉണർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും മനസ്സിന് അതീതത്വത്തിലേക്ക് ഉള്ള യാത്ര തിരിക്കാനും ഗുണകരമാണെങ്കിലും ആ ഉപാധിയിൽ ചടഞ്ഞു വീണ് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉപാധിയിലൂടെ ഉപാധിക്ക് അതീതത്വത്തിലേക്കുള്ള യാത്ര ആണ് ഉദ്ദേശിച്ച് ഭക്തിയോഗ മാർഗങ്ങൾ നിലകൊള്ളുന്നതെങ്കിലും ഉപാധിയിൽ തന്നെ ലയിച്ച് അവിടെ തന്നെ നിലകൊള്ളുന്നതായിട്ടാണ് നമ്മൾ 99% ഭക്തിയോഗികളെ നിരീക്ഷിക്കുമ്പോഴും കാണുന്നത്. അവരെ ഖണ്ഡിക്കാൻ ഒക്കാത്ത വിധം പലപ്പോഴും സൂക്ഷ്മതയിൽ എത്തുന്നവരുമുണ്ട്. അവരെ ഖണ്ഡിക്കാന്ന് വെച്ചാൽ അവരുടെ ആശയങ്ങളെ അതിൽ അപ്പുറത്തേക്ക് ആശയങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള മറുപടി പറയത്തക്ക വിധത്തിലേക്ക് എത്തുന്നവരുമുണ്ട്. എന്നാലും അവിടെയും അത് അനന്തബോധത്തിന്റെ തലത്തിലേക്കുള്ള കാര്യങ്ങളാകുന്നില്ല. അവിടെയും അവർക്ക് പിടികൊടുക്കാതിരിക്കത്തക്ക വിധത്തിൽ കുറേയേറെ സൂക്ഷ്മതയോടുകൂടി സംസാരിച്ചു പോകാനും ഒക്കെ സാധിക്കുമായിരിക്കാം. പക്ഷെ അവിടെയും വളരെ വലിയൊരു കുറവായിട്ട് കിടക്കും ഭക്തിയോഗത്തിന്റെ കാര്യങ്ങൾ. ഭക്തിയോഗി ഉപാധിയിൽ തന്നെ നിലകൊണ്ട് ജീവിതം തീർക്കും. എന്നാൽ ഉപാധി ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ബോധത്തിന്റെ അനന്തതലത്തിലേക്ക് എത്തുമ്പോൾ ഈ ഉപാധിക്കും അതീതമാണ് എന്നുള്ള ഈ സർവ്വത്തിലും അടങ്ങുന്നത് എന്താണോ അതുള്ളത് എന്ന ബോധ്യത്തിലേക്ക് വരാതിരിക്കുന്ന രീതിയുണ്ട്. അതാണ് കാണുന്നത്. എന്നാൽ അപൂർവം ഭക്തയോഗികൾ അതിനപ്പുറത്തേക്ക് പോകുമെങ്കിലും പോയി അങ്ങനെ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നുള്ള ബോധത്തിലേക്ക് വരും. ആ പൂർണ്ണതാബോധത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്.